ഫെബ്രുവരി 6-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഗാസ സ്ട്രിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം എന്താണെന്ന് വെച്ചാൽ US ഈ ഒരു ഗാസ സ്ട്രിപ്പിൽ നിന്നും പാലസ്തീനിയൻകാർ അത് വിട്ടുപോയതിനു ശേഷം അവരെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റിയതിനു ശേഷം ആ ഒരു പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അവയെ എക്കണോമിക്കലി ഡെവലപ്പ് ചെയ്യും, ഗാസ സ്ട്രിപ്പിനെ എക്കണോമിക്കലി ഡെവലപ്പ് ചെയ്യും, അവിടെ നിലവിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള വെപ്പൺസിനെയും മറ്റുമൊക്കെ ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ട് എക്കണോമിക്കലി ഡെവലപ്പ് ചെയ്യും, തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്യും, ലോകത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാക്കി അതിനെ മാറ്റും എന്നൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചുള്ളത്. അപ്പോൾ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം ഈ ഒരു ട്രംപിന്റെ തോട്ടിനെ അനുകൂലിച്ച് അതൊരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള അപ്രോച്ച് ആണ്, ഔട്ട്സൈഡ് ദ ബോക്സ് തിങ്കിങ് ആണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ മറ്റ് രാജ്യങ്ങളായിക്കോട്ടെ ഇതിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ നിലവിലുള്ള ആൾക്കാരെ ഒക്കെ ജോർദാൻ, ഈജിപ്ത് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ അവരുടെ രാജ്യത്തേക്ക് സെറ്റിൽ ചെയ്യണം എന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ ഇന്റർനാഷണൽ റിയാക്ഷൻ നോക്കി കഴിഞ്ഞാൽ സൗദി അറേബ്യ, ഓസ്ട്രേലിയ, അയർലൻഡ്, ചൈന മറ്റ് രാജ്യങ്ങളിൽ തന്നെ ട്രംപിന്റെ പ്രൊപ്പോസലിനെ റിജക്ട് ചെയ്യുകയാണുള്ളത്. എല്ലാവരും ആ ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ, പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, അങ്ങനെ 2 സെപ്പറേറ്റ് കൺട്രീസ് എന്ന സൊല്യൂഷനിലേക്കാണ് വന്നത്. ഈവൻ തുർക്കിയും ശക്തമായ ഓപ്പോസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പലസ്തീനിയൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് അദ്ദേഹം ഈ ഒരു പ്ലാനിനെ കണ്ടം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റർനാഷണൽ ലോയുടെ വയലേഷൻ ആണ് ഇത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗാസ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വളരെ ചെറിയ പ്രദേശമാണ്. ഗാസ സ്ട്രിപ്പ് ഒരുപാട് വാർത്തകളിലുള്ള പ്രദേശമാണ് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ നിന്നും ഈജിപ്തിലേക്കും അതുപോലെ തന്നെ ജോർദാനിലേക്കും ആൾക്കാർ പോകണം, എന്നിട്ട് ആ പ്രദേശത്തെ അവർ റീഡെവലപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത, US ൽ നിന്നുള്ള ഡിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇന്ത്യക്കാര് US എയർക്രാഫ്റ്റിൽ അമൃത്സറിൽ 100ഓളം ആൾക്കാർ വന്നിറങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പം നമുക്ക് നോക്കാം എവിടെയാണ് വന്നിറങ്ങിയത്, എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ളത്. അപ്പോൾ US എയർഫോഴ്സിന്റെ C-17 എയർക്രാഫ്റ്റ് ആണ് അമൃത്സറിൽ 100ഓളം ഇന്ത്യക്കാരുമായിട്ട് വന്നിറങ്ങിയിട്ടുള്ളത്. ഇല്ലീഗലായിട്ട്, നിയമപരമായി അല്ലാതെ, യാത്രാരേഖകളില്ലാതെ US ലേക്ക് കടക്കാൻ ശ്രമിച്ച ആൾക്കാരെയാണ് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് ഡിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് ഗുരു രാംദാസ് ജി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്, അമൃത്സറിലുള്ള എയർപോർട്ട് ആണ്. ഈ ഒരു ഗുരു രാംദാസ് ജി എന്ന് പറയുന്നത്, ഗുരു രാംദാസ് എന്ന് പറയുന്ന സിഖ് ഗുരുവാണ്, 4th സിഖ് ഗുരുവാണ് അദ്ദേഹം. അമൃത്സർ നഗരത്തിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് ഗുരു രാംദാസ് ആണെന്ന് ഓർത്തു വെക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു പഞ്ചാബിലെ തന്നെ ഏറ്റവും വലിയതും ഏറ്റവും ബിസിയസ്റ്റും ആയിട്ടുള്ള എയർപോർട്ട് ആണ് ഈ ഒരു ഗുരു രാംദാസ് ജി എയർപോർട്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് സമത നൈറ്റ് സ്കൂളുകളുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഈ ഒരു കൽബേലിയ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് അവരുടെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നൈറ്റ് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു സമത നൈറ്റ് സ്കൂൾ, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രാജസ്ഥാനിലെ ബൈർവായ് എന്ന് പറയുന്ന വില്ലേജിലാണ് ഈ ഒരു കൽബേലിയ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നൈറ്റ് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഹിന്ദി, മാത്സ്, ലൈഫ് സ്കിൽസ്, അതുപോലെ പാട്ടുകളും ഗെയിംസുകളും ഒക്കെ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് ഓർത്ത് വെക്കുക. ഇത് നൈറ്റ് സ്കൂളാണ്, രാത്രിയിലാണ് പ്രവർത്തിക്കുന്നതായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് രാത്രി പ്രവർത്തിക്കുന്നത്? പകല് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടുകാര്യങ്ങളും മറ്റു തൊഴിലുകളൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ വന്ന് അവർക്ക് പഠിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിന് അഡ്വാൻറ്റേജ്. ഇത് പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർത്ത് വെക്കുക. സ്ത്രീകളെ കുറെ കൂടി ഇൻഡിപെൻഡന്റ് ആക്കുക, ലിറ്ററേറ്റ് ആക്കുക, അതുപോലെ തന്നെ ആരോഗ്യത്തെക്കുറിച്ചും ഗവൺമെന്റിന്റെ പദ്ധതികളെക്കുറിച്ചും അവസരങ്ങളെക്കുറിച്ചും ഒക്കെ അവെയർ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു നൈറ്റ് സ്കൂളിന്റെ ഉദ്ദേശമായിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ആരാണ് ഇത് നടത്തുന്നത് വെച്ചാൽ മന്ദൻ സംസ്ഥ എന്ന് പറയുന്ന ഒരു ഗ്രാസ് റൂട്ട് ഓർഗനൈസേഷൻ ആണ്. NGOs, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിന്റെ റോളിനെ കുറിച്ചിട്ട് നിങ്ങൾ GS2 പഠിക്കും. അപ്പോൾ അതിനൊക്കെ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമത നൈറ്റ് സ്കൂൾ പറയാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി അവരെ എംപവർ ചെയ്യാനുള്ള ടൈലേർഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് നടത്തുന്നതെന്നും കൂടി ഓർത്ത് വെക്കുക. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതോടുകൂടി അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കൂടുതൽ ഫോക്കസ് നൽകും എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത, UGCയുടെ റെഗുലേഷനെ ഓപ്പോസ് ചെയ്തുകൊണ്ട് 6 സംസ്ഥാനങ്ങൾ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. UGCയുടെ ഡ്രാഫ്റ്റ് റെഗുലേഷൻ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ്, 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് ആണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ UGCയുടെ 2025 റെഗുലേഷൻസിനെ കണ്ടം ചെയ്തുകൊണ്ട്, അതിനെ ഓപ്പോസ് ചെയ്തുകൊണ്ട് റെസൊല്യൂഷൻ പാസ്സാക്കിയുള്ളത്. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ
ഗ്രേഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ ഒരു റെഗുലേഷൻ എന്നുകൂടി ഓർത്ത് വെക്കുക. ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, കേരള, തമിഴ്നാടു, തെലങ്കാന, കർണാടക തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളാണ് ഇതിനെ എതിർത്തിട്ട് പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത് എന്നുകൂടി ഓർത്ത് വെക്കുക. ഇവരെല്ലാം പറഞ്ഞത് യൂണിയൻ ഭരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റിന്റെ ചില ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ആശയങ്ങളെ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നതായിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് 15 പോയിന്റ് റെസൊല്യൂഷൻ ആണ്, 15 പോയിന്റുകൾ അടങ്ങുന്ന ഒരു പ്രമേയമാണ് ഇവരെ എഗെയിൻസ്റ്റ് ആയിട്ട് പാസ്സാക്കിയിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അതേസമയത്ത് UGC ചെയർമാൻ ആയിട്ടുള്ള ജഗദീഷ് കുമാർ അദ്ദേഹം ഈ ഒരു ഡ്രാഫ്റ്റിനെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സ്റ്റാൻഡേർഡ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അക്കൗണ്ടബിലിറ്റിയും ഓട്ടോണോമിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രാഫ്റ്റ് റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിന്റെ ഒരു ഓവർവ്യൂ ആണ്. അപ്പൊ അദ്ദേഹം മോസ്റ്റ്ലി ഗുഡ് ആണ് ഇന്ത്യൻ ബഡ്ജറ്റ്, പക്ഷെ ചെറിയ ഒരു റോങ് മൂവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഹൈലൈറ്റ് ചെയ്യുന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ ഒരു ഓതേഴ്സ് സി രംഗരാജൻ അതുപോലെ തന്നെ DK ശ്രീവാസ്തവ രണ്ടുപേരും എക്കണോമിക്സ് പ്രൊഫസേഴ്സ് ആണ്. അവരുടെ അഭിപ്രായം എന്താണ് ബജറ്റിനെ സംബന്ധിച്ച് നോക്കാം. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ നോമിനൽ GDP ഗ്രോത്ത് എന്ന് പറയുന്നത് 2025-26 വർഷത്തേക്ക് 10.1% പറഞ്ഞിരിക്കുന്നതായുള്ളത്. അത് റീസണബിളും അക്സെപ്റ്റബിളും ആണ് എന്ന് ഓതേഴ്സ് പറയുന്നുണ്ട്. കൂടാതെ റിയൽ GDP ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ 6 മുതൽ 6.8% ആണ്. ഇതും ഓക്കെ ആണ്, റീസണബിൾ ആണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 11.2 ലക്ഷം കോടിയിലേക്കുണ്ട്. ഇത് 2024-25 എസ്റ്റിമേറ്റ് 11.1 ലക്ഷം കോടിയേക്കാൾ ജസ്റ്റ് 0.1 ലക്ഷം കോടിയുടെ വർധനവ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്, ചെറിയൊരു ഇൻക്രീസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ബജറ്റിന്റെ പ്രൈമറി ഗോൾ ആയിട്ട് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഗ്രോത്തിനെ ആക്സലറേറ്റ് ചെയ്യുക, ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് കൺട്രി സ്റ്റാറ്റസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഡെവലപ്ഡ് കൺട്രി സ്റ്റാറ്റസിൽ എത്തിക്കണമെങ്കിൽ നമ്മുടെ രാജ്യം ഏകദേശം 8% എന്ന രീതിയിൽ എക്കണോമിക് സർവേയിൽ പറയുന്ന പോലെ 8% ഗ്രോത്ത് ഓരോ വർഷവും റിയൽ GDP-യിൽ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി രാജ്യത്തിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഗ്രോസ് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഡിക്രീസ് ചെയ്യുന്ന കാണാൻ പറ്റും. അതായത് 2023-24 13.5% റവന്യൂവിൽ ഗ്രോസ് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് ഗ്രോസ് ടാക്സ് റവന്യൂവിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് 13.5% ആണെങ്കിൽ ഇത് 2024-25 നിന്നും 25-26 10.8% കുറയുന്നതാണ് പറയുന്നതായിട്ടുള്ളത്. ഈ ഒരു ഗ്രോത്ത് റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST കളക്ഷനിലുള്ള ഗ്രോത്ത് റേറ്റും 12.7% നിന്ന് 10.9% കുറയുന്നു എന്നുള്ളതാണ് കാണിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു GTR എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഗ്രോസ് ടാക്സ് റവന്യൂവിൽ ഡയറക്റ്റ് ടാക്സസിന്റെ ഷെയർ എന്ന് പറയുന്നത് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ കളക്ട് ചെയ്യുന്ന ടാക്സ് റവന്യൂവിൽ ഡയറക്റ്റ് ടാക്സിന്റെ ഷെയർ വർദ്ധിച്ചിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ടുള്ള GSTയുടെ ഷെയർ കുറഞ്ഞിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ GST ഡയറക്റ്റ് ടാക്സ് 2021-22 52% ഡയറക്റ്റ് ടാക്സ് ഉണ്ടായിരുന്നതെങ്കിൽ അത് 2025-26 59% വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതേസമയത്ത് പേഴ്സണൽ ഇൻകം ടാക്സ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ 2023-24 25.4% ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ 25-26 14.4% ഗ്രോത്തേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ഒരു ഡ്രോപ്പ് എന്ന് വെച്ചാൽ 12 ലക്ഷം രൂപ വരെ ഇൻകം ടാക്സിൽ റിബേറ്റ് നൽകുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ടുള്ള ഡ്രോപ്പ് ആണെന്നാണ് കരുതുന്നത്. ഇനി കോർപ്പറേറ്റ് ഇൻകം ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ, കോർപ്പറേറ്റ് കമ്പനികളുടെ ഇൻകം ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ അത് 2024-25 7.6% ഗ്രോത്ത് ആണ് ഉണ്ടായിരുന്നെങ്കിൽ 25-26 അത് 10.4% ഗ്രോത്ത് റേറ്റ് ഉണ്ടാവും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിന്റെ ഗ്രോത്ത് ആയി കഴിഞ്ഞാലും 2025-26 7.6% ആണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. അത് നോമിനൽ GDP-നേക്കാൾ കുറവാണ് എന്ന് കൂടി ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലും സ്ലൈറ്റ് ഇംപ്രൂവ്മെന്റ് മാത്രമേ കാണുന്നുള്ളൂ. അതായത് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുക. ഇനി നോൺ ടാക്സ് റവന്യൂസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഗവൺമെന്റിന്റെ നോൺ ടാക്സ് റവന്യൂ എന്ന് വെച്ചാൽ ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്ന ഡിവിഡൻഡുകളാണ്, അതുപോലെ പബ്ലിക് സെക്ടർ കമ്പനികളിൽ നിന്നുള്ള ഡിവിഡൻഡുകളാണ്. അത് ഏകദേശം 3.25 ലക്ഷം കോടി രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്നതായിട്ടുള്ളത്. നോൺ ടാക്സ് റവന്യൂ 5.3 ലക്ഷം കോടിയിൽ നിന്ന് 5.8 ലക്ഷം കോടിയിലേക്ക് വർദ്ധിക്കും എന്നാണ് കരുതിയിരിക്കുന്നതെന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് നോക്കുവാണെങ്കിൽ ഗവൺമെന്റ് പ്രധാനമായിട്ടും ഫിസിക്കൽ ഡെഫിസിറ്റിന് മേലെ കാര്യമായിട്ടുള്ള ഒരു ഫോക്കസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ബജറ്റിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനു പകരമായിട്ട് ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക്
പോവുകയാണ്. അതായത് GDPയുടെ എത്ര ശതമാനമാണ് ഡെപ്റ്റ് എന്ന് പറയുന്ന ആ റേഷ്യോയിലേക്ക് പോവുകയാണ് ചെയ്യുന്നതായിട്ടുള്ളത്. ഇത് ലെസ് ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള കുറച്ചുകൂടി വേഗ് ആയിട്ടുള്ള ഒരു മെഷർ ആയിട്ടാണ് ഓതേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മൂവ് ഒരു അലാമിംഗ് ആയിട്ടുള്ള കൺസേണിങ് മൂവ് ആണ്. ബാക്കിയെല്ലാം GDPയെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ ബജറ്റിനെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ടുള്ള ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റുകൾ ഇല്ലാതെ ഈ ഒരു റേഷ്യോ വെച്ചിട്ടൊക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഭാവിയിൽ രാജ്യത്തെ വലിയ സാമ്പത്തിക പ്രശ്നത്തിലേക്ക് നയിക്കും. അത് ഫിസിക്കൽ ഡിസിപ്ലിൻ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടാവാൻ അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഓതേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് ഉള്ളത്. അടുത്തത്, ഇന്ത്യയുടെ ഹെൽത്ത് കെയറിലേക്ക് ഈ വർഷത്തെ ബഡ്ജറ്റിൽ കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് കമ്പയറബിളി. അപ്പോൾ ഈ ഒരു ഫണ്ടുകളെ എങ്ങനെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ലീഡർഷിപ്പ് ഗ്ലോബലി ഹെൽത്ത് കെയറിൽ ഒരു ലീഡർ ആയിട്ട് മാറാൻ ഉപയോഗിക്കാം എന്നാണ് ഇവിടെ ഓതർ പറയാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. യൂണിയൻ ബഡ്ജറ്റിൽ 90,000 കോടി രൂപയാണ് ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. 75,000-ഓളം പുതിയ മെഡിക്കൽ സീറ്റുകൾ അടുത്ത 5 വർഷത്തിൽ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് പറയുന്നത്. ഫൈനാൻഷ്യൽ ഇയർ 26-ൽ 25-26 10,000 സീറ്റുകളുടെ വർധനവുണ്ടാക്കും എന്നുള്ളതാണ്. അതുവഴി ഈ ഒരു ഹെൽത്ത് കെയറിൽ കൂടുതൽ പേർക്ക് വിദ്യാഭ്യാസം നൽകും, അതിന്റെ ആക്സസിബിലിറ്റി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കും, എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തും എന്നൊക്കെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്ലോബൽ ഹെൽത്ത് കെയറിൽ ഇന്ത്യക്ക് ഒരു ലീഡറായി മാറാൻ വേണ്ടി പറ്റും. ഇന്ത്യ ഗ്ലോബൽ ഹെൽത്ത് കെയറിൽ ഹീൽ ഇൻ ഇന്ത്യ, ഹീൽ ബൈ ഇന്ത്യ തുടങ്ങിയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ആണ് ഇന്ത്യയിൽ മെഡിക്കൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനെയൊക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതിനു വേണ്ടിയിട്ട് വിസ പ്രോസസ്സുകളെ സ്ട്രീംലൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് മെച്ചപ്പെടുത്തേണ്ടതായിട്ട്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പുകൾ മെച്ചപ്പെടുത്തേണ്ടതായിട്ട്, അതുവഴി ഇന്റർനാഷണൽ പേഷ്യൻസിനെ കൂടുതൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ, കൂടുതൽ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും പാരാമെഡിക്സിനെയും ഒക്കെ കൊണ്ടുവരിക, അവരെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യുക എന്നുള്ളതും വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ വളരെ റെയർ ആയിട്ടുള്ള ഡ്രഗ്സ് ഉണ്ട്, അത് ക്യാൻസറിന് പോലുള്ള ട്രീറ്റ്മെന്റ് 200 ദിവസത്തെ ഡേ കെയർ സെന്റേഴ്സ് സെറ്റപ്പ് ചെയ്യുന്നതിന് പറയുന്നുണ്ട്. അതുവഴി ക്യാൻസറിനെ നേരത്തെ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിനാവശ്യമായിട്ടുള്ള ചികിത്സ ആരംഭിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ 36ഓളം ലൈഫ് സേവിംഗ് ഡ്രഗുകൾക്ക്, ജീവൻ രക്ഷാ മരുന്നുകൾക്ക് കസ്റ്റം ഡ്യൂട്ടി എക്സംഷൻ നൽകുന്നതും വളരെ നല്ല കാര്യമാണ്. 13ഓളം പേഷ്യന്റ് അസിസ്റ്റൻസ് പ്രോഗ്രാമുകൾ ക്രിട്ടിക്കൽ മെഡിക്കേഷൻ മറ്റുമൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് 13ഓളം പേഷ്യന്റ് അസിസ്റ്റൻസ് പ്രോഗ്രാമുകളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തു വെക്കുന്നതാണ്. ഇതേപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള കാര്യങ്ങൾ ഡിജിറ്റൽ ഹെൽത്തിനെയൊക്കെ ബഡ്ജറ്റിലേക്ക് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അത് ഡയഗ്നോസിസിനും ട്രീറ്റ്മെന്റിലും റിസർച്ചിലും ഒക്കെ വളരെയധികം സഹായിക്കും എന്ന് കരുതാൻ വേണ്ടി പറ്റും. ന്യൂ നാഷണൽ സെന്റേഴ്സ് ഫോർ എക്സലൻസ് പ്രത്യേകിച്ചും ഹെൽത്ത് കെയറിൽ കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സഹായിക്കും എന്നുകൂടി ഓർത്തു വെക്കണം. ഇതുകൂടാതെ പ്രോട്ടോൺ തെറാപ്പി പോലുള്ള ചികിത്സകൾ ഇന്റർനാഷണൽ പേഷ്യൻസിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ പ്രോട്ടോൺ തെറാപ്പി പോലുള്ള ചികിത്സകൾ വഴി ഇന്ത്യയിലെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ പ്രത്യേകിച്ചും ഹെൽത്ത് കെയർ ഇന്ത്യയുടെ ഗ്രോത്തിന്റെ, നാഷണൽ ഗ്രോത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പില്ലറാക്കി മാറ്റുന്നതിനും ഇന്റർനാഷണൽ ആൾക്കാരെ, ഫോറിനേഴ്സിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കാണാൻ വേണ്ടിയിട്ടും, അപ്പോൾ ഇന്ത്യയിൽ വേൾഡ് ക്ലാസ് ട്രീറ്റ്മെന്റ് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഇന്ത്യൻ ഹെൽത്ത് കെയർ സെക്ടറിൽ നടത്തേണ്ടതായിട്ട്. അപ്പോൾ ഇന്ത്യയുടെ ഫ്യൂച്ചർ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാനും ഗ്ലോബൽ വെൽബീയിങ്ങിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ ബഡ്ജറ്റിലുണ്ട്. അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് കൂടി ഓർത്ത് വെക്കാം. അടുത്തത്, വർദ്ധിച്ചു വരുന്ന UPI പേയ്മെന്റ് ട്രാൻസാക്ഷൻ, യൂണിഫൈഡ് പേയ്മെന്റ് ഗേറ്റ്വേ പേയ്മെന്റ് ഇന്റർഫേസ് ട്രാൻസാക്ഷൻസിനെ കുറിച്ചാണ്. ഈ ഒരു UPI എന്ന് പറയുന്നത് ഒരു റവല്യൂഷൻ തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ 2013 772 ലക്ഷം കോടിയായിരുന്നു ഡിജിറ്റൽ പേയ്മെന്റുകൾ എങ്കിൽ അത് 2024 എത്തുമ്പോഴത്തേക്ക് 3.5 മടങ്ങ് വർദ്ധിച്ചുകൊണ്ട് 2,758 കോടി, അതായത് 10 വർഷം കൊണ്ട് 3.5 മടങ്ങിന്റെ വർധനവാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. വോളിയം നോക്കിക്കഴിഞ്ഞാൽ 2013 222 കോടിയാണ് ട്രാൻസാക്ഷൻസ് എങ്കിൽ അത് 10 മടങ്ങിലധികമാണ് 2024 20,000 കോടിയിലേക്ക് അധികമാണ് വർദ്ധിച്ചതായിട്ടുള്ളത്. ഇനി യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI എന്ന് പറയുന്ന നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യുന്നത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഡ്രൈവർ ആയിരുന്നു എന്ന് പറയാം. ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകളെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു മൊബൈൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് പേയ്മെന്റുകൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ ഈ ഡിജിറ്റൽ പേയ്മെന്റുകളിൽ UPIയുടെ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 34% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ 2024 ഡിജിറ്റൽ പേയ്മെന്റ്സിന്റെ 83% വോളിയവും നടക്കുന്നത് UPI വഴിയാണെന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട്. പക്ഷെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ട്രാൻസാക്ഷൻ വാല്യൂ വെച്ച് നോക്കുമ്പോൾ
UPI ട്രാൻസാക്ഷനിൽ മൊത്തം ട്രാൻസാക്ഷൻ വാല്യൂയുടെ 30% മാത്രമേ നടക്കുന്നുള്ളൂ. ഇതിനർത്ഥം ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ഇപ്പോൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഇപ്പോൾ നെഫ്റ്റ് അല്ലെങ്കിൽ RTGR തുടങ്ങിയിട്ടുള്ള മറ്റ് മെത്തേഡുകളിലൂടെ തന്നെയാണ്, ഇന്റർനെറ്റ് ബാങ്കിങ് വഴിയൊക്കെ തന്നെയാണ് നടക്കുന്നത്. UPI വഴി ചെറിയ ചെറിയ പേയ്മെന്റുകളാണ് പോകുന്നത് എന്ന് ഓർക്കുക. ഇപ്പോൾ 2018 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ UPI ട്രാൻസാക്ഷൻസിൽ വലിയ വർധനം ഉണ്ടായിട്ടുണ്ട്. ഇതിന് COVID-19 ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടാണെന്ന് ഓർക്കുക. ഇപ്പോൾ UPI ട്രാൻസാക്ഷൻസ് 375 കോടിയിൽ നിന്ന് 17,221 കോടിയിലേക്കാണ് ഈ 6 വർഷം കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. UPI ട്രാൻസാക്ഷൻസും 18.37 ലക്ഷം കോടിയിൽ നിന്ന് 246 ലക്ഷം കോടിയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ പേഴ്സൺ ടു പേഴ്സൺ, അതുപോലെ തന്നെ പേഴ്സൺ ടു മെർച്ചന്റ് ട്രാൻസാക്ഷൻസ് ഗ്രോ ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. പേഴ്സൺ ടു മെർച്ചന്റ് ട്രാൻസാക്ഷൻസിലാണ് ഫാസ്റ്റർ ആയിട്ടുള്ള ഗ്രോത്തുകൾ ഉണ്ടായിട്ടുള്ളതെന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, ഈ ഒരു സാക്രഡ് ഗ്രൂസുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിൽ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട്. ഇതിൽ സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവ്സ് നൽകുന്നുണ്ട്. അപ്പോൾ സാക്രഡ് ഗ്രൂ അല്ലെങ്കിൽ കാവുകൾ ഇവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഇടപെടൽ എന്തായിരുന്നു രാജസ്ഥാനിലെ ഇഷ്യൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. 2024 ഡിസംബർ 18 സുപ്രീം കോടതി രാജസ്ഥാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ ആ ഒരു സംസ്ഥാനത്തിലെ എല്ലാ സാക്രഡ് ഗ്രൂവുകളെയും എല്ലാ കാവുകളെയും ഫോറസ്റ്റ് ലാൻഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം, നോട്ടിഫൈ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഇവയെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം കമ്മ്യൂണിറ്റി റിസർവ്സ് ആയിട്ട് മാത്രമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കമ്മ്യൂണിറ്റി റിസർവ്സ് എന്ന് പറയുന്ന സംഭവത്തെ അതിനെ ഫോറസ്റ്റുകളായിട്ട് ഡിക്ലെയർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഈ സാക്രഡ് ഗ്രൂവിലെ നമ്മുടെ കേരളത്തിൽ കാവുകൾ എന്ന് വിളിക്കുന്നത് പോലെ രാജസ്ഥാനിൽ ഒറാൻസ് എന്നാണ് വിളിക്കുന്നത്. ഏകദേശം 25,000-ഓളം ഒറാൻസ് ആണ്, കാവുകളാണ്, സാക്രഡ് ഗ്രൂവ്സ് ആണ് രാജസ്ഥാനിലുള്ളത്. അപ്പോൾ കോടതി പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഇവയെ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് ആണ് ചെയ്യുന്നതായിട്ടുള്ളത്. ഈ ഒരു സാക്രഡ് ഗ്രൂവ്സുകളെ ഫോറസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഇത് ആക്ച്വലി ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006 വയലേഷൻ ആണ് എന്നുള്ള രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു 2006 ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് പ്രകാരം ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി റിസർവുകളുടെ നിയന്ത്രണാധികാരം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കമ്മ്യൂണിറ്റിക്കാണ് അല്ലെങ്കിൽ അവിടുത്തെ ഗ്രാമസഭക്കൊക്കെയാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ സുപ്രീം കോടതി ഈ ഒരു ഫോറസ്റ്റ് ലാൻഡിനെ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ഗവൺമെന്റ് റെക്കോർഡിൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ അതിന്റെ ഓണർഷിപ്പ് ഗവൺമെന്റിന്റെ കയ്യിലാണോ കമ്മ്യൂണിറ്റിയുടെ കയ്യിലാണോ ഡസൻ മാറ്റർ, അത് ഫോറസ്റ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്തതെങ്കിൽ അത് ഫോറസ്റ്റ് ലാൻഡ് ആണ്. 2004 രാജസ്ഥാൻ ഗവൺമെന്റ് വലിയ സാക്രഡ് ഗ്രൂവുകളെ മാത്രമാണ് ഫോറസ്റ്റുകളായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ സെൻട്രൽ എംപവേർഡ് കമ്മിറ്റി ഇതുമായിട്ട് ഡിസഗ്രി ചെയ്യുകയും അവർ എല്ലാ സാക്രഡ് ഗ്രൂവുകളെയും ഫോറസ്റ്റ് ലാൻഡ് ആയിട്ട് പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2018 സുപ്രീം കോടതി ഈ ഒരു കമ്മിറ്റിയുടെ അഭിപ്രായത്തോട് അനുകൂലിക്കുകയും രാജസ്ഥാനോട് എല്ലാ സാക്രഡ് ഗ്രൂവുകളെയും ഫോറസ്റ്റ് ലാൻഡ് ആയിട്ട് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2024 രാജസ്ഥാൻ ഗവൺമെന്റ് ഈ ഒരു സാക്രഡ് ഗ്രൂവുകളെ ഫോറസ്റ്റ് ലാൻഡുകളായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റി. പക്ഷെ രാജസ്ഥാന്റെ ഫോറസ്റ്റ് പോളിസി 2023 പ്രകാരം ഇവയ്ക്കുള്ള പ്രൊട്ടക്ഷൻസ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എന്താണ് ഈ ഒരു സാക്രഡ് ഗ്രൂവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാക്രഡ് ഗ്രൂവ്സ് എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി മാനേജ് ചെയ്യുന്ന കാടുകളാണ്. അപ്പൊ ഇത് ലോക്കൽ ട്രഡീഷൻസ്, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പാമ്പുകൾക്ക് നാഗം അല്ലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിനെ സംരക്ഷിക്കുന്നതായിട്ടുള്ളതും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ ഇത് കസ്റ്റമറി ആയിട്ടുള്ള ലോസ് അല്ലെങ്കിൽ ടാബൂസ് വിശ്വാസ പ്രകാരമൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന അവിടുന്ന് റിസോഴ്സ് എക്സ്ട്രാക്ഷൻ ഒക്കെ മിനിമൈസ് ചെയ്തുകൊണ്ട് മെഡിസിനൽ പ്ലാന്റുകൾ മാത്രമൊക്കെയാണ് ഇവിടുന്ന് കളക്ട് ചെയ്യുക, അല്ലാതെ ഇവിടുത്തെ ചെടികളെ കട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല എന്ന് കൂടി ഓർത്ത് വെക്കുക. ഈ ഒരു സാക്രഡ് ഗ്രൂവ്സിന് കൾച്ചറൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇക്കോളജിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. പലപ്പോഴും ഇത് റിലീജിയസ് സൈറ്റുകളാണ്, ടെമ്പിൾസ് അല്ലെങ്കിൽ ഷൈൻസ് ഒക്കെ അസോസിയേറ്റ് ചെയ്യണമെന്ന് ഓർത്ത് വെക്കുക. ഇവിടെ വളരെ റിച്ച് ആയിട്ടുള്ള ഫ്ലോറ ആൻഡ് ഫോണ ഉണ്ട്, അതുപോലെ പല സ്ട്രീംസും നദികളുടെ ഒക്കെ ഉത്ഭവം ഇത്തരത്തിലുള്ള ഗ്രൂവുകളിൽ നിന്ന് ഉണ്ടാവാറുണ്ടെന്ന് ഓർത്ത് വെക്കുക. ഇവ അവിടെ സോയിൽ എറോഷൻ പ്രിവെന്റ് ചെയ്യും, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഫ്ലഡിനെയും ലാൻഡ് സ്ലൈഡിനെയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഇത്തരത്തിലുള്ള സാക്രഡ് ഗ്രൂവ്സുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇവയെ കൃത്യമായിട്ട് കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു പോകുന്നുണ്ട്. ഇന്ത്യയിൽ ഏകദേശം ഒരു 10 ലക്ഷത്തോളം സാക്രഡ് ഗ്രൂവ്സ് ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സാക്രഡ് ഗ്രൂവ്സ് ഉള്ള രാജ്യമാണ് നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഇവയെ കമ്മ്യൂണിറ്റി റിസർവുകളായിട്ടാണ് കരുതുന്നതായിട്ടുള്ളത്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിക്കാണ്, ആ ഒരു പ്രദേശത്തുള്ള കമ്മ്യൂണിറ്റിക്കാണ് അതിന്റെ അധികാരമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റീസ്
അല്ലെങ്കിൽ ആ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർ അവരാണ് അവിടുത്തെ വൈൽഡ് ലൈഫിനെ ഹാബിറ്റാറ്റിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ടുള്ളത്. അവിടെ ഫയേഴ്സ് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ വൈൽഡ് ലൈഫിനെ അറ്റാക്ക് ചെയ്യുക, ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുക, ഇതിനെയൊക്കെ ലോക്കൽ ആൾക്കാർ തന്നെ അവിടുന്ന് പ്രിവെന്റ് ചെയ്യും എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി റിസർവുകളുടെ ലാൻഡ് യൂസ് പാറ്റേൺ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് റിസർവ് മാനേജ്മെന്റ് കമ്മിറ്റികളുടെ അപ്രൂവൽ വേണം. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അനുമതി ആവശ്യമാണ് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പൊ ഈ ഒരു റിസർവ് മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും, കമ്മ്യൂണിറ്റിയിലെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും, ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഉണ്ടാവാം, അതിൽ ഒരു ഓണററി വൈൽഡ് ലൈഫ് ഗാർഡൻ ഉണ്ടാവും ഈ ഒരു റിസർവിന്റെ പ്രൊട്ടക്ഷൻ നോക്കുന്നത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ ഇപ്പോ ഈ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റ് റൈറ്റ് ആക്ടിലെ പ്രൊവിഷൻസ് തമ്മിൽ ക്ലാഷ് ഉണ്ട് എന്നുള്ളതാണ്. ഫോറസ്റ്റ് റൈറ്റ് ആക്ട് പ്രകാരം സക്രഡ് ഗ്രൂവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റിസോഴ്സുകളാണ്, അതായത് ലോക്കൽ ഗ്രാമസഭയും മറ്റുമൊക്കെ മോണിറ്റർ ചെയ്യേണ്ട വസ്തുക്കളാണ്, ഏരിയയാണ്. അതേസമയത്ത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സാക്രഡ് ഗ്രൂവ്സുകളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു വയലേഷൻ ആണ്. കാരണം സാക്രഡ് ഗ്രൂവുകളെ സംരക്ഷിക്കുന്ന കമ്മ്യൂണിറ്റി റിസർവ്സുകളായിട്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ല എന്നുള്ളതാണ്. അപ്പൊ ഗ്രാമസഭയ്ക്കാണ് ഈ ഒരു സാക്രഡ് ഗ്രൂവുകളെ സംബന്ധിച്ച അധികാരമുള്ളത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അതിന് ഈ ഒരു കൺസർവേഷൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഓവർസീ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത ഇന്ത്യയും US തമ്മിലുള്ള ഡിഫൻസ് ഡീലുമായി ബന്ധപ്പെട്ടാണ്. സ്ട്രൈക്കർ ഇൻഫാൻട്രി വെഹിക്കിൾസ്, ഇത്തരത്തിലുള്ള വലിയ ഇൻഫാൻട്രി വെഹിക്കിൾസ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് US ഇന്ത്യയുടെ മേലെ ആവശ്യം ഉന്നയിച്ചു എന്നൊക്കെയാണ് വാർത്ത വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രിയോട് കൂടുതൽ മിലിറ്ററി എക്യുപ്മെന്റുകൾ US നിന്ന് വാങ്ങുന്നതിന് ആവശ്യം ഉന്നയിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു സ്ട്രൈക്കർ എന്ന് പറയുന്ന ഇൻഫാൻട്രി കോമ്പാറ്റ് വെഹിക്കിൾസ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീലുകളെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ട്രൈക്കർ എന്ന് പറയുന്നത് ഓൾറെഡി ഇന്ത്യയിൽ ഏകദേശം ലഡാക്കിൽ 13,000 മുതൽ 18,000 ഫീറ്റ് ഉയരത്തിൽ വരെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ റിവ്യൂ റിപ്പോർട്ട് ഇന്ത്യൻ ആർമിക്ക് നൽകിയിട്ടുള്ളതാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പൊ ഈ ഒരു സ്ട്രൈക്കറിന്റെ പെർഫോമൻസ്, അതിലെ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകളൊക്കെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി വരും. അപ്പൊ ഇതാണ് സ്ട്രൈക്കർ എന്ന് പറയുന്ന ഇൻഫാൻട്രി വെഹിക്കിൾ എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പൊ ഇതിൽ നിന്നും ഇന്ത്യ കുറെ സ്ട്രൈക്കർ വെഹിക്കിൾസിനെ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി 2 ഘട്ടങ്ങളായി പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഡയറക്റ്റ് പ്രൊക്യൂർമെന്റ്, പിന്നീട് ഈ ഭാരത് എയർ മൂവേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയുമായിട്ട് ലൈസൻസ് ചെയ്തുകൊണ്ട് അവിടുത്തെ ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന കമ്പനിയുണ്ട്, അവരുടെ ലൈസൻസും ഒക്കെ എടുത്തുകൊണ്ട് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഐമെക്കിന്, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് കോറിഡോറിനെ, എക്കണോമിക് കോറിഡോറിനെ, യൂറോപ്പ് എക്കണോമിക് കോറിഡോറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതിനെ അനുകൂലിച്ചുകൊണ്ട് ഗ്രീസ് മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഗ്രീസ് എന്താണ് പറയുന്നത് നോക്കാം. അപ്പോൾ ഗ്രീസ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഐമെക് എന്ന് വിളിക്കും, അതിനെ സമാധാനത്തിൽ ഡിലേ ഇല്ലാതെ നടത്തണം എന്നാണ് പറഞ്ഞുള്ളത്. കാരണം മിഡിൽ ഈസ്റ്റിൽ കോൺഫ്ലിക്റ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഡിസ്കഷൻസ് വഴിയിലായിട്ടുണ്ട്. അപ്പോൾ ഗ്രീസ് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത്, ഡബിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, മുംബൈയിലും ബംഗളൂരുവിലും ഗ്രീസിന്റെ കോൺസുലേറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗ്രീസിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഗാസയിലും ലബനും ഒക്കെയുള്ള വാറുകൾ, ഈ ഒരു വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് ഐമെക്കിനെ ഡിലേ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഈ ഒരു പ്രദേശത്ത് സമാധാനം വരുമെന്നും അതുവഴി ഈ പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ആവും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ ഗ്രീക്ക് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ യൂറോപ്പിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ് ഐമെക് എന്ന് പറയുന്നത്. ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്രീസിലെ പിറാക്വസ് എന്ന് പറയുന്ന പോർട്ട് ഐമെക്കിന്റെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കവാല, വോലോസ് തുടങ്ങിയിട്ടുള്ള പോർട്ടുകളും ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള അദാനി ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള ട്രേഡ് 2022-23 $1.9 ബില്യൺ ആയിരുന്നു. 2030 കൂടിയിട്ട് ഇത് ഡബിൾ ചെയ്യണം എന്നാണ് കരുതുന്നത്. പ്രധാനമായിട്ടും കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ഫുഡ് ബീവറേജസ്, റിന്യൂവബിൾ എനർജി തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് ഈ ഒരു ട്രേഡ് നടക്കുന്നതെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ ഇല്ലീഗൽ മൈഗ്രേഷനെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയും ഗ്രീസും തമ്മിൽ എഗ്രിമെന്റ്സ് സൈൻ ചെയ്യുന്നുണ്ട്. ലീഗൽ മൈഗ്രേഷൻ പാത്വേസ് ക്രിയേറ്റ് ചെയ്യുക, ലീഗലി ആൾക്കാർക്ക് ഗ്രീസിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളതെന്ന് കൂടി ഓർത്ത് വെക്കാം. അടുത്തത് ടീസ്ത 3 ഹൈഡ്രോ പവർ പ്രൊജക്ട്, അതിനെ ഓപ്പോസ് ചെയ്യുകയാണ് കോൺഗ്രസും സിക്കിം BJP എല്ലാം തന്നെ. ടീസ്ത ഡീം റീബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തെയാണ് ഓപ്പോസ് ചെയ്യുന്നത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ കോൺഗ്രസ് എൻവയോൺമെന്റ് മിനിസ്ട്രിയുടെ ശ്രമം, അതായത് ഈ ഒരു ടീസ്ത 3 ഹൈഡ്രോ പവർ പ്രൊജക്ട്
മുന്നേ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അതിനെ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന്റെ നടപടിക്ക് സെൻട്രൽ ഗവൺമെന്റ് അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെയാണ് കോൺഗ്രസ് ഓപ്പോസ് ചെയ്തിട്ടുള്ളത്. സിക്കിം BJPയും ഇതിനെ ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. കൂടുതൽ എൻവയോൺമെന്റൽ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് കംപ്ലൈന്റ് ചെയ്യുന്നവരെ അതുപോലെ തന്നെ ഫ്ലഡ് റിസ്കുകളെ മനസ്സിലാക്കുന്നവരെ ഇതിനു വേണ്ടിയുള്ള റീകൺസ്ട്രക്ഷന് വേണ്ടിയുള്ള പെർമിഷൻ നൽകരുത് എന്നാണ് ആവശ്യപ്പെട്ടുള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. കാരണം കുറെ കൂടി സ്ട്രോങ് ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് എടുക്കണം. കാരണം ഗ്ലേഷ്യൽ ലേക്ക് റിസ്കുകൾ, ഫ്ലഡിംഗ് റിസ്കുകൾ സ്റ്റിൽ ടീസ്റ്റാ റിവറിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ടീസ്റ്റാ റിവർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സിക്കിമിൽ നിന്ന് തുടങ്ങി വെസ്റ്റ് ബംഗാൾ വഴി ബംഗ്ലാദേശിലേക്ക് പോയിട്ട് ഈ ഒരു ജമുനയിൽ ബ്രഹ്മപുത്രനെയാണ് ജമുന എന്ന് വിളിക്കുന്നത്. ജമുനയിൽ ജോയിൻ ചെയ്യുന്ന നദിയാണ് ടീസ്ത എന്ന് പറയുന്നതായിട്ടുള്ളത്. അതിലൊരു ഹൈഡ്രോ പവർ പ്രൊജക്ട് ഉണ്ട് ടീസ്ത റിവറിൽ സിക്കിമിലെ ചുങ്താങ്ങിലാണുള്ളത്. അതിനാണ് ടീസ്ത 3 പ്രൊജക്ട് എന്ന് വിളിക്കുന്നത്. 1200 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള പ്രൊജക്ട് ആണ്. സിക്കിമിലെ ഹയസ്റ്റ് പ്രൊജക്ട് ആണ്. ടീസ്ത ഊർജ ലിമിറ്റഡ് ആണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡ് ഉണ്ടായപ്പോൾ ഈ ഒരു ടീസ്ത 3 അത് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡാമേജ് NHPC പ്രൊജക്ടുകൾക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് കൂടി ഓർത്ത് വെക്കണം. അതിന്റെ ഭാഗമായിട്ട് ഇതിനെ റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് അനുമതി നൽകിയിട്ടുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ ടീസ്ത റിവർ എവിടെയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അപ്പൊ സിക്കിമും വെസ്റ്റ് ബംഗാളും തമ്മിൽ ടീസ്ത റിവറിൽ ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലും ടീസ്ത റിവറിൽ ഡിസ്പ്യൂട്ട് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത, ഫോർട്ട് വില്യം, കൊൽക്കത്തയിലുള്ള ബ്രിട്ടീഷ് ഫോർട്ടാണ് ഫോർട്ട് വില്യം എന്ന് പറയുന്നത്. അതിനെ വിജയ് ദുർഗ് എന്ന പേരിൽ റീനെയിം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും കൊളോണിയൽ വേർഡിങ്ങുകളെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ റീവേർഡിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫോർട്ട് വില്യം കൊൽക്കത്തയിലാണ്. ഇത് ഈസ്റ്റേൺ ആർമി കമാൻഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഇതിനെ റീനെയിം ചെയ്തിട്ടുണ്ട്. വിജയ് ദുർഗ് എന്നാണ് റീനെയിം ചെയ്തിട്ടുള്ളത്. കൊളോണിയൽ ഇൻഫ്ലുവൻസ് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പേര് മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള കിച്ച്നർ ഹൗസിനെ മനേക്ഷ ഹൗസ് എന്ന പേരിൽ മാറ്റി. അതുപോലെ തന്നെ സൗത്ത് ഗേറ്റിനെ ശിവാജി ഗേറ്റ് എന്ന് മാറ്റി. നേരത്തെ അതിന്റെ പേര് സെന്റ് ജോർജ് ഗേറ്റ് എന്നായിരുന്നു. അപ്പൊ ഫോർട്ട് വില്യം എന്ന് പറയുന്നത് കിങ് വില്യം മൂന്നിന്റെ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ബ്രിട്ടീഷുകാർ 1781 പണിത ഫോർട്ടിനെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഫോർട്ട് വില്യം എന്ന് പേര് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പൊ ഈ വിജയ് ദുർഗ് എന്ന് പേരിടാൻ കാരണം ഇത് മഹാരാഷ്ട്രയിലുള്ള ഒരു ഹിസ്റ്റോറിക് ഫോർട്ടാണ്. മറാത്താസ്, ശിവജിയുടെ മറാത്താസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫോർട്ടാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള റീനെയിം ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യയുടെ മിലിറ്ററി ട്രഡീഷനെ ഇന്ത്യനൈസ് ചെയ്യുക, ആ ഒരു കൊളോണിയൽ ലെഗസീനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ഡിഫൻസിനെ ഇൻഡിജിനൈസ് ചെയ്യുന്നതിനെ കുറിച്ച്, കൂടുതൽ എക്യുപ്മെന്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പ്രധാനമന്ത്രി ഈ ഒരു കൊളോണിയൽ സിസ്റ്റത്തെ എലിമിനേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹ്യൂമൻ ലേണിംഗും തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്നുള്ളതാണ്. അതായത് മനുഷ്യന്മാർ പഠിക്കുന്നതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പ്യൂട്ടറുകൾ സിസ്റ്റംസ് പഠിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ വളരെ വേഗത്തിൽ അഡ്വാൻസ് ചെയ്യുന്നത് നമുക്കറിയാം. വളരെ വേഗത്തിൽ കോംപ്ലക്സ് പാറ്റേൺസിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ലാർജ് ഡാറ്റാ സെറ്റുകളെ അനലൈസ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അനിമൽ ബ്രെയിൻസിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്. അതായത് ഹ്യൂമൻ ലേണിംഗ് പ്രോസസ്സിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റംസ് പഠിക്കുന്നതായിട്ടുള്ളത്. അത് പ്രത്യേകിച്ചും അതിന്റെ ഹ്യൂമൻസിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, എവല്യൂഷൻ അനുസരിച്ച്, ബയോളജിക്കൽ നീഡ്സ് അനുസരിച്ചാണ് ആ ഒരു എവല്യൂഷൻ നടന്നിട്ടുള്ളത്. ഹ്യൂമൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് എൻവയോൺമെന്റുമായിട്ടുള്ള ഡൈനാമിക് ഇന്ററാക്ഷന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ സർവൈവൽ, അഡാപ്റ്റേഷൻ ഒക്കെയാണ് ഇതിന്റെ പ്രധാനം. നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽസ് എന്താണോ അതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അഡാപ്റ്റ് ചെയ്യാനും നമ്മൾ ശ്രമിക്കും എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഹ്യൂമൻ ലേണിംഗിലെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് ആണ്, കുറഞ്ഞ ഡാറ്റ മതി വഴി. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയ ഡാറ്റ മറ്റ് സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ക്യൂരിയോസിറ്റി, അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ വളരെ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതാണ്. അപ്പോൾ നോളജ് എന്ന് പറഞ്ഞാൽ മൾട്ടി ഡയമെൻഷനും സെൻസറി ബേസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ സാഹചര്യങ്ങളോട് യോജിക്കാൻ പറ്റും, അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ചെസ് പോലുള്ള മത്സരങ്ങളൊക്കെ നമുക്ക് പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മോട്ടോ സ്കിൽസ് ഒക്കെ, അതായത് മൂവ്മെന്റുകളൊക്കെ വളരെ വേഗത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതേസമയത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ലാർജ് ഡാറ്റയെ അനലൈസ് ചെയ്തിട്ടാണ് അത് പഠിക്കുന്നതായിട്ടുള്ളത്. റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൺസിസ്റ്റൻസി ഉണ്ട് എന്നുള്ളതാണ്. അതായത് പ്രിസിഷൻ വേണ്ട ടാസ്കുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു എക്സോസ്റ്റീവ്നെസ്സും ഇല്ലാതെ, ഒരു തളർച്ചയില്ലാതെ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതായത് മനുഷ്യന്മാരെ പോലെ തന്നെ ഫാറ്റീഗോ, ഇമോഷണൽ ഡിസ്ട്രാക്ഷൻസോ ഒന്നും തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റംസിൽ ഇല്ല. അവയെ ജനറലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകും. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ പക്ഷെ അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും എന്ന് കൂടി ഓർത്ത് വെക്കണം തന്നെ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യുന്നത് വെച്ചാൽ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻസ്, പ്രത്യേകിച്ചും ചെസ് ഒക്കെ കളിക്കുമ്പോൾ ഒപ്റ്റിമൽ ആയിട്ടുള്ള സൊല്യൂഷൻ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹ്യൂമൻ ബ്രെയിൻ എന്ന് വെച്ചാൽ കുറെ കൂടി അഡാപ്റ്റബിൾ ആണ്,
ഡൈനാമിക് സിറ്റുവേഷൻസിനോട് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡാറ്റ ബ്രെയിൻ സ്റ്റോർ ചെയ്യുന്നതായിട്ടുള്ളത്, എങ്ങനെയാണ് മെമ്മറീസിനെ പ്രോസസ്സ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ന്യൂറൽ നെറ്റ്വർക്ക് പോലുള്ള സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ ഐഡിയാസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ബ്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ മിമിക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ഇതിനെ പല ഓൾഡ് തിയറീസും ഉണ്ട്. ഇതിനെയൊക്കെ ചാലഞ്ച് ചെയ്തുകൊണ്ടാണ് പുതിയ പുതിയ ലേണിംഗ് തിയറീസ് വരുന്നത്, പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, ജമ്മു ആൻഡ് കാശ്മീരിൽ വർദ്ധിച്ചു വരുന്ന ഡ്രഗ്സ് നാർക്കോട്ടിക്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇൻഫിൽട്രേറ്റേഴ്സിനെ ബാക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത് ഷാ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ടോപ്പിക് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എന്തുകൊണ്ടാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇത്രയും ഡ്രഗ്സ് വരുന്നത്, അതിന്റെ കാരണങ്ങൾ എന്താണ്. അപ്പോൾ നമ്മൾ ഗോൾഡൻ ക്രസന്റിനെ കുറിച്ച്, ഗോൾഡൻ ട്രയാങ്കിളിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നായിരുന്നു, ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.